إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلوات الله وسلامه عليه أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ട് അവനിൽ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ 2 ഖുതുബകളിലായി നമ്മൾ ചെയ്യുന്ന തിന്മകൾ, പാപങ്ങൾ നമ്മുടെ ഹൃദയത്തിന് വരുത്തുന്ന നാശങ്ങൾ, നഷ്ടങ്ങൾ, പാപങ്ങൾ നമ്മുടെ ഖൽബിന് വരുത്തുന്ന മോശമായ അനന്തരഫലങ്ങൾ, അതിനെക്കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. സഹോദരങ്ങളെ, തിന്മകൾ നമ്മുടെ ഹൃദയത്തിന് വരുത്തുന്ന നഷ്ടങ്ങളിൽ, തിന്മകൾ കൊണ്ട് ഖൽബിനെ ബാധിക്കുന്ന മോശമായ അനന്തരഫലങ്ങളിൽ ഏറ്റവും ഗൗരവമുള്ള, പ്രത്യേകിച്ച് ഈ ആധുനിക കാലഘട്ടത്തിൽ അധികം ആളുകളിലും നഷ്ടപ്പെട്ടുപോയ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ എത്രയോ ഹദീസുകളിൽ ഈമാനിന്റെ ഭാഗമാണ്, ഈമാനിൽ നിന്ന് വേർപെടുത്താൻ പറ്റാത്ത സുപ്രധാനമായ ശാഖയാണ് എന്ന് പറഞ്ഞ, ഈമാനുള്ളവർ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത മഹത്തായൊരു ഗുണമുണ്ട്. അൽ ഹയാ, ലജ്ജ എന്നതിനെ മലയാളത്തിൽ നമുക്ക് വിളിക്കാം. തിന്മകൾ, ഹറാമുകൾ, പാപക്കറകൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ലജ്ജയെ ഇല്ലാതെയാക്കും. മനുഷ്യൻ അവൻ ലജ്ജിക്കുന്ന അവസ്ഥ അവന്റെ ജീവിതത്തിൽ തിന്മകൾ അതിനെ ദുർബലമാക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹയാഉ ഖൈറുൻ കുല്ലു, ലജ്ജ എന്നത് നന്മ മാത്രമാണ്. അൽ ഹയാഉ കുല്ലുഹു ഖൈർ. മറ്റൊരു റിപ്പോർട്ടിൽ ലജ്ജ എന്നത് എല്ലാ അർത്ഥത്തിലും നന്മ മാത്രമാണ്. ഒരുപക്ഷെ മലയാളത്തിൽ ലജ്ജ എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നിയേക്കാം അതൊരു ദുർബലതയുടെ, കുറവിന്റെ, അല്ലെങ്കിൽ സ്ത്രീകളിലേക്ക് ചേരുന്ന സ്ത്രൈണ സ്വഭാവത്തിന്റെ അടയാളമാണ് ലജ്ജ എന്നെല്ലാം പറഞ്ഞാൽ. മലയാളത്തിൽ അൽ ഹയാ എന്ന വാക്കിന് ഏറ്റവും യോജിച്ച അർത്ഥം തിരയുമ്പോൾ ഇതല്ലാത്ത മറ്റൊരു വാക്ക് നമുക്ക് കാണുന്നില്ല എന്നത്
നമ്മുടെ ഭാഷയുടെ പരിമിതിയാണ്. അതുകൊണ്ട് നമ്മുടെ ഭാഷയിൽ ലജ്ജ എന്നർത്ഥമല്ല ഇസ്ലാമിലെ ഹയാ എന്നുള്ളത്. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു ഹയാ എന്നത് ഹയാത്തിൽ നിന്നാണ്. ഹയാത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് ഹയാത്ത് എന്ന് പറഞ്ഞാൽ? അർത്ഥം ജീവിതമെന്നാണ്. ഒരു മനുഷ്യൻ അവൻ ജീവിക്കുന്നുവെങ്കിൽ അവന്റെ മാന്യമായ ജീവിതത്തിന്റെ അടയാളമാണ് അവൻ ലജ്ജിക്കുന്നവനാകുക, ഹയാ ഉള്ളവനാകുക എന്നത്. ലജ്ജ കൊണ്ട് നന്മയല്ലാതെ ഒന്നും നമുക്ക് സംഭവിക്കുകയില്ല എന്നതാണ്. അൽ ഹയാ ലാ യഅതി ഇല്ലാ ബിഖൈർ. ലജ്ജ നന്മയല്ലാതെ ഒന്നും കൊണ്ടുവരികയില്ല. അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ, അള്ളാഹു ഹറാമാക്കിയത് ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്താൻ, നന്മകൾ പ്രകടിപ്പിക്കാൻ നമുക്ക് ലജ്ജ പാടില്ല. അതേസമയം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ വിലക്കിയ ഹറാമുകൾ പ്രവർത്തിക്കാൻ നമ്മൾ ലജ്ജിക്കണം. അള്ളാഹുവിനെ ധിക്കരിക്കുന്നിടത്ത് നമുക്ക് ലജ്ജ വേണം. റബ്ബ് സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ആര് കാണുന്നില്ലെങ്കിലും, ആരുടെ മുമ്പിൽ നമ്മൾ ലജ്ജിക്കുന്നില്ലെങ്കിലും, സദാ നമ്മെ കാണുന്ന, അറിയുന്ന, വീക്ഷിക്കുന്ന, നിരീക്ഷിക്കുന്ന റബ്ബിനോട് ലജ്ജയുണ്ടാകണം. അൽ ഹയാ മിനൽ ഈമാൻ. ഹയാ എന്നത് ഈമാനിൽപ്പെട്ടതാണ്. അൽ ഹയാ ശുഅബത്തു മിനൽ ഈമാൻ. ലജ്ജ എന്നത് ഈമാനിന്റെ സുപ്രധാനമായ ശാഖകളിൽപ്പെട്ടതാണ്. ഈമാൻ അതിന്റെ അവിഭാജ്യ ഘടകമാണ് ലജ്ജ എന്നത്. അൽ ഈമാനു ഫിൽ ജന്ന. ഈമാനാകട്ടെ നിന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതാണ്. ലജ്ജയുള്ളവൻ ഈമാനുള്ളവനായിരിക്കും. ഈമാനുള്ളവൻ സ്വർഗത്തിലായിരിക്കും ഇൻഷാ അല്ലാഹ്. എന്നാൽ ലജ്ജയ്ക്കെതിരായ വൃത്തികേടുകൾ പരസ്യമായി പ്രകടിപ്പിക്കുന്ന അൽബദാ, അസഭ്യത, ലജ്ജയില്ലാത്ത അവസ്ഥ, അത് നരകത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതായി കാണാം. സഹോദരങ്ങളെ, തിന്മകൾ പ്രവർത്തിച്ച് പാപങ്ങൾ ചെയ്തുകൂട്ടി നമ്മുടെ ഹൃദയത്തിലെ ഈമാനിന്റെ ഘടകമായ ലജ്ജയില്ലെങ്കിൽ എന്തുമാളുകൾ പ്രവർത്തിക്കും? എന്തു തോന്നിവാസവും സ്വയം ചെയ്യുന്നതിനപ്പുറത്ത് രഹസ്യമായി ചെയ്തതാണെങ്കിൽ വരെ അത് മറ്റുള്ളവരുടെ മുമ്പിൽ പരസ്യമായി പറയാനും പ്രകടിപ്പിക്കാനും ആളുകൾ അതിലേക്ക് ക്ഷണിക്കാനും ഒരു മടിയുമില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്ന് നമ്മുടെ നാട്ടിൽ പൊതുജന സമക്ഷം ഈ ന്യൂജൻ കാലഘട്ടത്തിലെ മക്കൾ അവർ പ്രകടിപ്പിക്കുന്ന പല അരുതായ്മകളും, പല തോന്നിവാസങ്ങളും, പല തിന്മകളുടെ വാർത്തകളും 10 വർഷം മുമ്പ്, ഒരു 10 വർഷം പുറകിലേക്ക് നിങ്ങൾ പോയി നോക്കുക. നമ്മുടെ കാതുകൊണ്ടത് കേട്ടാൽ, എവിടെയെങ്കിലും നടന്നു എന്നറിഞ്ഞാൽ പോലും നമ്മുടെ മനസ്സിൽ അറപ്പുളവാക്കുന്ന തിന്മകളായിരുന്നു. 10 വർഷങ്ങൾക്കിപ്പുറം അതൊരു വിഷയമേ അല്ലാതെയായി. ആളുകൾ കൂടുന്നിടത്ത്, മുതിർന്നവർക്കിടയിൽ റോഡാണോ, നാടാണോ, വീടാണോ, ട്രെയിനാണോ, ബസ്സാണോ, പബ്ലിക് സ്പേസ് ആണോ, ഒരു വിഷയവുമില്ലാതെ, പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിലെ ന്യൂജൻ മക്കൾക്കിടയിൽ ആണെന്നോ പെണ്ണെന്നോ മറയില്ലാതെ, അന്യരെന്നോ അതല്ലെങ്കിൽ അടുക്കാൻ പറ്റാത്തവരാണോ എന്നോ അന്യതാബോധമില്ലാതെ എന്തു തോന്നിവാസവും പരസ്യമായി പ്രകടിപ്പിക്കാൻ എന്താണ് അവരെ പ്രേരിപ്പിച്ചത്? ലജ്ജയില്ലായ്മയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞില്ലേ, ഇന്ന മിമ്മാ അദ്റക അന്നാസു മിൻ കലാമിൻ നുബുവ്വത്തിൽ ഊല ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅത. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു, നുബുവത്തിന്റെ ആദ്യകാല പാഠങ്ങൾ, അതിൽ നിന്ന് ജനങ്ങൾ ഗ്രഹിച്ചെടുത്ത ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള അംബിയാ മുർസലീങ്ങൾ എല്ലാവരും ഒരേ സ്വരത്തിൽ തങ്ങളുടെ സമൂഹങ്ങളെ ഒരുപോലെ പഠിപ്പിച്ച മഹത്തായ പാഠങ്ങളിൽപ്പെട്ട ഒരു പാഠമായിരുന്നു ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅത. നിനക്ക് ലജ്ജയില്ലെങ്കിൽ തോന്നിയത് പ്രവർത്തിക്കാമെന്നത്. ഈ വാചകത്തെ പല രൂപത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. ലജ്ജയില്ലെങ്കിൽ തോന്നിയത് പ്രവർത്തിക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരെ പേടിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് അവരെ ഓർമ്മിപ്പിക്കുകയാണ്. ഇഅ്മലൂ മാ ശിഅ്തും ഇന്നഹു ബിമാ തഅമലൂന ബസീർ. നിങ്ങൾക്ക് തോന്നിയതുപോലെ പ്രവർത്തിക്കുക, അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നത് കണ്ടറിയുന്നവനാണ്. അവൻ നിങ്ങളുടെ തിന്മകൾക്കുമേൽ പിടികൂടി നിങ്ങളെ ശിക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് ലജ്ജയില്ലാത്തവരെ, നിങ്ങൾ എന്തു പ്രവർത്തിച്ചുകൊള്ളൂ. എത്ര കാലം നിങ്ങൾക്ക് പ്രവർത്തിക്കാം, എത്ര കാലം നിങ്ങൾക്ക് ഹറാമുകൾ ചെയ്യാം, എത്ര കാലം ആരും കാണുന്നില്ല, ആരും അറിയുന്നില്ല, ഇനി കണ്ടാലും അറിഞ്ഞാലും ഞങ്ങൾക്കൊരു വിഷയവുമില്ല,
ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണിത്, അല്ല ഞങ്ങളുടെ അവകാശമാണിത്, അല്ല പുരോഗമനം ഇതാണ് എന്ന് പറയുന്നവർ എന്ത് ന്യായീകരണങ്ങൾ നടത്തിയാലും നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവധി നീട്ടി തരുന്നതുവരെ വഉംലി ലഹും ഇന്ന കൈദി മതീൻ, അല്ലാഹു അവധി നീട്ടി തരുന്നു. പക്ഷേ അല്ലാഹുവിന്റെ തന്ത്രം അത് ബലവത്തായ തന്ത്രമാണ്. അല്ലാഹു അവരെ പിടികൂടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ലജ്ജയില്ലാത്തവരെ നിങ്ങൾക്ക് തോന്നിയത് പ്രവർത്തിക്കാം എന്നൊരർത്ഥം ഇതിനുണ്ട്. അല്ലാഹു പക്ഷേ ശിക്ഷിക്കും, അവന്റെ ശിക്ഷ നിങ്ങൾ കണ്ടറിയണം. മറ്റൊരർത്ഥം പണ്ഡിതന്മാർ പറഞ്ഞു, ലജ്ജയില്ലെങ്കിൽ മനുഷ്യരെന്തു പ്രവർത്തിക്കും, എന്തു തോന്നിവാസവും അവർക്കൊരറപ്പോ വെറുപ്പോ മടിയോ ഇല്ലാതെ പൊതുജന സമക്ഷം പ്രകടിപ്പിക്കാൻ അവർക്കൊരു പ്രയാസവും ഉണ്ടാകുകയില്ല. ലജ്ജയില്ലാത്തവർ എന്തും പ്രവർത്തിക്കും. നോക്കൂ നിങ്ങൾ, മുസ്ലിം ഉമ്മത്തിന് പരിചിതമല്ലാത്ത അവരുടെ സംസ്കാരങ്ങൾ, അവരുടെ വേഷം, വീണ്ടും ഞാൻ പറയട്ടെ, 10 വർഷം മുമ്പുള്ള ഇസ്ലാമിന്റെ മക്കളുടെ മുസ്ലിം ഉമ്മത്തിന്റെ വസ്ത്രധാരണമാണോ ഇന്നുള്ളത്? 10 വർഷം മുമ്പ് അന്നത്തെ ചെറുപ്പക്കാരും കുട്ടികളും മുടി മുറിച്ചതുപോലെയാണോ ഇന്ന് തലയിൽ കാട്ടിക്കൂട്ടുന്ന ഹെയർ സ്റ്റൈലിന്റെ വൈവിധ്യങ്ങൾ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. 10 വർഷം മുമ്പ് അന്നത്തെ യുവാക്കളിലും ചെറുപ്പക്കാരിലും വിദ്യാർത്ഥികളിലും അവരുടെ നാവുകളിൽ തത്തിക്കളിച്ചിരുന്ന സംസാരമാണോ ഇന്നത്തെ മക്കളുടെ നാവിലൂടെ തുളുമ്പുന്നത്? എന്ത് സംഭവിച്ചു? ലജ്ജ ഊറ്റപ്പെട്ടു, ലജ്ജ അന്യം നിന്നുപോയി, ലജ്ജ കുഴിച്ചു മൂടപ്പെട്ടു, ലജ്ജ മരിച്ചു വീണു. അതിനു പുറമെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെതിരായ ലജ്ജയെ നശിപ്പിക്കുന്ന അസഭ്യങ്ങളും തോന്നിവാസങ്ങളും വൃത്തികേടുകളും വാക്കായും സ്വഭാവമായും വേഷമായും ചിഹ്നങ്ങളായും തോന്നിവാസങ്ങളായും മുസ്ലിം ഉമ്മത്ത് നെഞ്ചേറ്റുന്ന അവസ്ഥ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, എന്തുകൊണ്ട് ഇസ്ലാം ഇത്തരം വിഷയങ്ങളിൽ ശക്തമായി മുസ്ലിം ഉമ്മത്തിന് മാർഗനിർദ്ദേശം നൽകി? ഖുലുഖുൽ ഇസ്ലാമി അൽ ഹയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഓരോ മതങ്ങൾക്കും അവർക്ക് സവിശേഷമായ ചില സ്വഭാവ ഗുണങ്ങളുണ്ട്. ഖുലുഖുൽ ഇസ്ലാമി അൽ ഹയാ. ഇസ്ലാമിന്റെ സ്വഭാവമാണ് ലജ്ജ എന്നത്. ലജ്ജ ഇസ്ലാമിന്റെ സവിശേഷ സ്വഭാവമാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, നിങ്ങൾ ലജ്ജയുള്ളവരാകണം. മുഅ്മിനീങ്ങളെ, നിങ്ങൾ ലജ്ജയുള്ളവരാകണം. ഇസ്ലാമിന്റെ അഭിമാനപൂർവമായ സ്വഭാവമാണ് ലജ്ജ എന്നത്. ലജ്ജയില്ലാത്തവരിലേക്ക് നിങ്ങൾ നോക്കൂ. ഇസ്ലാമികേതര പ്രസ്ഥാനങ്ങളിലേക്കും പ്രത്യയശാസ്ത്രങ്ങളിലേക്കും മതങ്ങളിലേക്കും നിങ്ങൾ തിരിഞ്ഞു നോക്കൂ. അവരുടെ ആരാധന പോലും അവരുടെ ഭക്തി പോലും അറപ്പുളവാക്കുന്ന ലജ്ജ തൊട്ടു തീണ്ടാത്ത അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ആത്മീയതയുമായിരിക്കും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അവർ ആരാധ്യ പുരുഷന്മാർ, അവരുടെ ദൈവങ്ങൾ, അവരുടെ വിശേഷണങ്ങൾ പോലും, അവരുടെ വേഷങ്ങൾ പോലും, അവർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കൾ പോലും ലജ്ജയുള്ള ഒരു മനുഷ്യന് നാവുകൊണ്ട് പറയാൻ പോലും പറ്റാത്ത വൈകൃതങ്ങളായിരിക്കും. ഇസ്ലാമിന്റെ സവിശേഷമായ സ്വഭാവ ഗുണമാണ് ലജ്ജ എന്നത്. അൽ ഹയാഉ ഖുലുഖുൽ ഇസ്ലാം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ലജ്ജ നമ്മിൽ നിന്ന് നഷ്ടപ്പെടുത്തുന്നത് നമ്മൾ ചെയ്തു കൂട്ടുന്ന തിന്മകളാണ്, നമ്മൾ ചെയ്തു കൂട്ടുന്ന ഹറാമുകളാണ്. അൽ ഹയാഉ വൽ ഈമാനു ഖുരിനാ ജമീഅ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞു, ലജ്ജയും ഈമാനും പരസ്പര പൂരകങ്ങളാണ്, പരസ്പര ബന്ധിതങ്ങളാണ്, ഒരിക്കലും വേർപ്പെടുത്താൻ പറ്റാത്ത വിധത്തിൽ. ഫഇദാ റുഫിഅ അഹദുഹുമാ റുഫിഅ അൽ ആഖർ. അതിലേതെങ്കിലും ഒന്ന് വേർപ്പെട്ടാൽ രണ്ടാമത്തെ കാര്യവും വേർപ്പെടുന്നതാണ്. അതായത് ഒരാൾക്ക് ഈമാനില്ലയോ അവന് ലജ്ജയുണ്ടാകുകയില്ല. ഒരാളിൽ നിന്ന് ലജ്ജ നഷ്ടപ്പെട്ടോ അവന്റെ ഈമാൻ നഷ്ടപ്പെടുന്നതായിരിക്കും. ലജ്ജയും ഈമാനും ഒരിക്കലും വേർപ്പെടുത്താൻ പറ്റാത്ത ഇഴമുറിയാത്ത കണ്ണികളാണ്, ബലവത്തായ പാശമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ കൽബിൽ നിന്ന് ലജ്ജയൂറ്റപ്പെട്ടോ നമ്മുടെ ഈമാനാണ് നഷ്ടപ്പെടുന്നത്. എന്തിനാണ് ഈ കാലഘട്ടത്തിൽ ടെക്നോളജിയുടെ വികാസത്തിൽ ആധുനിക യുഗത്തിൽ ഇങ്ങനെ ശക്തമായും കണിശമായും കാർക്കശ്യത്തോടെയുമെല്ലാം ഡ്രസ് കോഡിന്റെ വിഷയത്തിലും ഹെയർ സ്റ്റൈലിന്റെ വിഷയത്തിലും അതുപോലെ തന്നെ പ്രത്യക്ഷമായി പ്രകടിപ്പിക്കുന്ന ചിഹ്നങ്ങളുടെ വിഷയത്തിലും നമ്മളിങ്ങനെ ബഹുസ്വര സമൂഹത്തിൽ മതേതര രാജ്യത്ത് ജീവിക്കുമ്പോൾ, വ്യത്യസ്ത സമുദായങ്ങൾ ഇവിടെ തിങ്ങിപ്പാർത്ത് ജീവിക്കുമ്പോൾ എന്തിനാണ് നമ്മളിങ്ങനെ കണിശത കാണിക്കുന്നത്? ഇസ്ലാമിന്റെ സവിശേഷതയാണ് ഇതെന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഇതാ സ്ത്രീകളുടെ ഹിജാബിന്റെ ചർച്ച വീണ്ടും കൊടുമ്പിരി കൊള്ളുകയാണ്. ഹിജാബിട്ട് അല്ല, തട്ടമിട്ട് പോലും പേരിനൊരു തട്ടം വലിച്ചു കെട്ടിയാൽ അത് ഹിജാബാണ്, ഇസ്ലാമിന്റെ ഹിജാബാണെന്ന് മനസ്സിലാക്കിയവർക്ക് തെറ്റി. ഇസ്ലാമിലെ സ്ത്രീയുടെ ഹിജാബ് എന്ന് പറഞ്ഞാൽ അവളുടെ ശരീരം മുഴുവൻ, ഞാൻ അടിവരയിട്ട് പറയട്ടെ,
അവളുടെ സൗന്ദര്യത്തിന്റെ ഏറ്റവും പ്രകടഭാവമായ മുഖത്തിന്റെ സൗന്ദര്യം പോലും അന്യരുടെ മുമ്പിൽ വെളിവാക്കാത്ത മുഖാവരണം കൂടി ഉൾപ്പെടുന്നതാണ് ഇസ്ലാമിന്റെ സമ്പൂർണമായ ഹിജാബ്. ഏതെങ്കിലും തുണിക്കണ്ടം തലയിൽ വാരി ചുറ്റിയാൽ അത് ഹിജാബാണെന്ന് ധരിച്ചവർക്ക് തെറ്റി. ഏതെങ്കിലും 1/2 മീറ്റർ നീളമുള്ള ഒരു തുണി, ഒരു ഷാള് പേരിന് ശിരസിൽ തൂക്കിയിട്ടാൽ അത് ഹിജാബാണെന്ന് വിചാരിക്കുന്നവർക്ക് തെറ്റി. ഇസ്ലാമിന്റെ ഹിജാബ് സ്ത്രീക്ക് സമ്പൂർണമായ സംരക്ഷണം നൽകുന്ന ആത്മീയവും ഭൗതികവുമായ ഹിജാബാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്തിനാണ് ഇതിലൊക്കെ കണിശത എന്ന് ചോദിക്കുന്നത് അവർക്കുള്ള ഉത്തരം അൽ ഹയായിലുണ്ട്. ലജ്ജയുള്ളവർക്ക് അത് അംഗീകരിച്ചേ പറ്റൂ. ലജ്ജയുള്ളവർക്ക് അത് അഭിമാനമാണ്. ലജ്ജയുള്ളവർക്ക് അത് സംരക്ഷണമാണ്. അവകാശത്തിനപ്പുറത്ത് അതവരുടെ ആദർശമാണ്, അവരുടെ ദീനാണ്, അള്ളാഹുവിന്റെ കൽപ്പനയാണ്. സ്വർഗത്തിലേക്ക് സ്ഥാനം പിടിക്കാൻ അവർ ജീവിതത്തിൽ സംസ്കാരമായി, വേഷമായി, വിശിഷ്യ സ്ത്രീകൾ അവർ നിധികളായി കാത്തു സൂക്ഷിക്കേണ്ടെന്ന ഇസ്ലാമിന്റെ മഹനീയമായ ചിഹ്നമാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, മൻ ഖല്ല ഹയാഉഹു ഖല്ല വറഉഹു വമൻ ഖല്ല വറഉഹു മാത ഖൽബുഹു. ആരിലാണോ ജീവിതം അത് കുറഞ്ഞു പോകുന്നത് എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ മൂല്യങ്ങൾ, നന്മകൾ ആരിൽ നിന്നാണോ കുറഞ്ഞു പോകുന്നത് അവനിൽ ലജ്ജ കുറയും. ആരിലാണോ ലജ്ജ കുറഞ്ഞു പോകുന്നത് അവനിൽ സൂക്ഷ്മത കുറയും. ആരിലാണോ സൂക്ഷ്മത കുറയുന്നത് മാത ഖൽബു, അവന്റെ ഹൃദയം മരിച്ചു പോകും. അതുകൊണ്ട് യഥാർത്ഥ ജീവിതം നയിക്കുന്നവരാകണമെങ്കിൽ, ലജ്ജയുള്ളവരാകണമെങ്കിൽ, ഹൃദയം മരിച്ചു പോകാതിരിക്കാൻ, ചിത്തം മരിച്ചു പോകാതിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ലജ്ജ എന്ന ഈമാനികമായ മൂല്യം നമ്മൾ കൈമുതലാക്കുക. യഈശുൽ മർഉ മസ്തഹ്യാ ബിഖൈരിൻ വയബ്കൽ ഊദു മാ ബഖിയ ലിഹാഉ എന്ന് മുൻഗാമികളിൽ ചിലർ പാടിയതുപോലെ ഒരാൾ ലജ്ജിക്കുന്നിടത്തോളം അവന് നന്മ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ലജ്ജ പാലിക്കേണ്ടിടത്ത് ലജ്ജ പാലിക്കണമെന്ന ഇസ്ലാമിന്റെ നിർദ്ദേശം കർശനമായി ജീവിതത്തിൽ നെഞ്ചേറ്റുന്നവർ, അവർക്ക് നന്മ മാത്രമേ, ഗുണം മാത്രമേ, സമൂഹമെതിരാണെങ്കിലും കാലഘട്ടം അപ്പുറമാണെങ്കിലും നാടും വീടും സർവരും ഈ സംസ്കാരത്തിനെതിരാണെങ്കിലും ലജ്ജയുള്ളവരായി ഇസ്ലാമിന്റെ മൂല്യങ്ങൾ നെഞ്ചേറ്റുന്നവർക്ക് നന്മ മാത്രമേ ഇരുലോകത്തും അല്ലാഹു സമ്മാനിക്കുകയുള്ളൂ. ചരിത്രം എത്രയോ അതിന് സാക്ഷിയാണ്. ഏതുപോലെ ഒരു മരം, ആ മരത്തിന്റെ പുറന്തൊലി അതിൽ നിലനിൽക്കുന്നിടത്തോളം അതിന്റെ ഉൾക്കാമ്പിനത് സംരക്ഷണമേകുമെന്നതുപോലെ മരത്തിന്റെ പുറന്തൊലി കേടുപറ്റാതെ അത് നിലനിൽക്കുന്നിടത്തോളം അതിന്റെ അകക്കാമ്പ് ആരോഗ്യകരമായി നിലനിൽക്കും. ഇതുപോലെ ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ, ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ലജ്ജയുള്ളിടത്തോളം അവനിലെ നന്മകൾ നിലനിൽക്കുമെന്നാണ്. അള്ളാഹു അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, തിന്മകൾ കൊണ്ട് സംഭവിക്കുന്ന ഏറ്റവും വലിയ നഷ്ടം ഇതാണ്, നമ്മിൽ നിന്ന് ലജ്ജയില്ലാതായി പോകുമെന്നത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അടുത്തതായി ഞാൻ പറയട്ടെ, തിന്മകൾ അതിന്റെ വക്താക്കൾക്ക് ഹൃദയത്തിൽ പേടിയും ഭയവും സദാ ഇട്ടുകൊടുക്കുമെന്നതാണ്. അവർ ഒരിക്കലും നിർഭയരായിരിക്കുകയില്ല. ഒരുപക്ഷെ ലോകം മുഴുവൻ അടക്കി വാഴുന്ന സാമ്രാജ്യത്തെ ശക്തികളുടെ തലപ്പന്മാരായിരിക്കും അവർ. ആയുധശേഖരങ്ങൾക്ക് മുകളിൽ പള്ളിയറകളിൽ കിടന്നുറങ്ങുന്നവരായിരിക്കും അവർ. അവർക്ക് ചുറ്റും അംഗരക്ഷകരുണ്ടാകും, പരിവാരങ്ങളുണ്ടാകും. പാവപ്പെട്ടവരെ, ദുർബലരെ അടിച്ചമർത്തുന്ന, വംശഹത്യ നടത്തുന്ന ക്രൂരരായ ഭരണാധികാരികളായിരിക്കും അവർ. പക്ഷേ അവരുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ അള്ളാഹു ഇട്ടുകൊടുക്കുന്ന പേടിയുണ്ടാകും. ഖൽബിന്റെ അന്തരാളങ്ങളിൽ അവർക്ക് നിർഭയത്വം ഉണ്ടാകുകയില്ല. തിന്മകളാണ് അവർക്കത് സമ്മാനിക്കുന്നത്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആനിലെ ആയത്തുകൾ ധാരാളമുണ്ട്. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിങ്ങളൊന്ന് ഖുർആൻ എടുത്ത് പരിശോധിച്ചു നോക്കുക. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർ പേടിക്കേണ്ടതില്ല, അവർക്ക് ദുഃഖമില്ല. വരാനിരിക്കുന്നതിനെ കുറിച്ച് അവർക്ക് പേടിയില്ല, നഷ്ടപ്പെട്ടതിനെ കുറിച്ചോർത്ത് അവർ ദുഃഖിക്കുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തുകൾ അവസാനിപ്പിച്ച ഈ പ്രയോഗത്തിൽ ആയത്തുകൾ അവസാനിപ്പിച്ച ആയത്തുകളൊന്നും നിങ്ങൾ പരിശോധിച്ചു നോക്കുക. അനേകങ്ങളുണ്ട്. നമുക്ക് കാണാം, ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ വലാ ഹും യഹ്സനൂൻ. ആരാണോ അല്ലാഹുവിന്റെ ഖുർആനിന്റെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ, കറകളഞ്ഞ ഇസ്ലാമിന്റെ സമ്പൂർണമായ ആദർശം, സന്മാർഗം പിൻപറ്റുന്നതാരാണോ
ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. വരാനിരിക്കുന്നതിനെ കുറിച്ച് അവർക്ക് പേടിയില്ല, നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്തവർക്ക് ദുഃഖമില്ല. മൻ ആമന ബില്ലാഹ് വൽ യൗമിൽ ആഖിർ വഅമില സാലിഹാ. ആരാണോ അല്ലാഹുവിൽ, ലോകങ്ങളുടെ റബ്ബിൽ, ആകാശഭൂമികളുടെ റബ്ബിൽ, പടച്ചവനിൽ വിശ്വാസമർപ്പിക്കുന്നത്, അവന്റെ ഏകത്വം അംഗീകരിച്ച് ആരാധനകളുടെ ഏതേതംശവും അവന് മാത്രം സമർപ്പിക്കുന്നത്, അല്ലാഹുവിൽ ഈമാനുള്ളവൻ, വൽ യൗമിൽ ആഖിർ, മരിച്ചു കഴിഞ്ഞാൽ ജീവിതം അവസാനിക്കുന്നില്ല, മരണാനന്തരം ഒരു ജീവിതമുണ്ട്, അതാണ് യഥാർത്ഥ ജീവിതം, മരിക്കാത്ത ജീവിതം, സ്വർഗനരകങ്ങളും വിചാരണയുമുള്ള ജീവിതം. ആ വിശ്വാസം ആർക്കാണോ ഉള്ളത്, വഅമില സാലിഹൻ, അതവന് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ, തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാൻ ആരെയാണോ പ്രേരിപ്പിക്കുന്നത്, വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് പേടിയില്ല, അവർക്ക് ദുഃഖമില്ല. കഴിഞ്ഞതിനെ കുറിച്ചോർത്ത് ദുഃഖമില്ല, വരാനിരിക്കുന്നതിനെ കുറിച്ചോർത്ത് പേടിയില്ല. ആർക്കാണിത്? ആർക്കാണിത്? നന്മകൾ പ്രവർത്തിക്കുന്ന, തിന്മകൾ അകറ്റി നിർത്തുന്നവർക്കാണ്. ഈ നിർഭയത്വം, ഈ പേടിയില്ലായ്മ കുഫാറുകൾക്ക്, മുശ്രിക്കുകൾക്ക്, തോന്നിവാസികൾക്ക്, ഭാവക്കറകൾ കൽബിൽ പുരണ്ടവർക്ക് ഒരിക്കലും നേടിയെടുക്കാൻ സാധിക്കുകയില്ല. ആത്മീയമായ കൽബിന്റെ അന്തരാളങ്ങളിൽ ഉള്ള ഈ നിർഭയത്വം അതേത് പ്രതികൂല സാഹചര്യത്തിലാണെങ്കിലും, ആധുനിക കാലത്തെ ഫലസ്തീനിലെ, ഗസയിലെ മക്കളുടെ വാർത്തകൾ നിങ്ങൾ വായിച്ചാൽ ഈ പാഠങ്ങൾ നേർക്കുനേരെ നിങ്ങൾക്ക് സാക്ഷ്യം നൽകും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു, ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആണെന്ന് പ്രഖ്യാപിച്ചവർ, പിന്നീട് ആ മാർഗത്തിൽ നാവ് കൊണ്ടുള്ളവ കേവലം അവകാശവാദമല്ല, ഈമാൻ, അല്ലാഹുവാണ് റബ്ബ്, മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് റസൂൽ, മുഹമ്മദ് നബിയെ ഞങ്ങൾ സ്നേഹിക്കുന്നു, ഞങ്ങൾ ഇസ്ലാമിന്റെ വക്താക്കളാണോ. മുസ്ലിമീങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടാകുമ്പോൾ ചോരത്തിളപ്പും, അതുപോലെ തന്നെ പ്രകോപനമുണ്ടാകുന്നു, റോഡിലിറങ്ങുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു, പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു, പ്രതിഷേധിക്കുന്നു, ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ഉൽപ്പന്നങ്ങൾ കിട്ടിയുന്നു. ഇതാണോ യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിന്റെ സത്യസന്ധമായ കൂറ്? അല്ല. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, അല്ലാഹുവാണ് റബ്ബ് എന്ന് നിങ്ങൾ അവകാശവാദം ഉന്നയിക്കുന്നുവെങ്കിൽ, നാവ് കൊണ്ട് മുസ്ലിമാണെന്ന് നീ പ്രഖ്യാപിക്കുന്നുവെങ്കിൽ, സുമ്മ ഇസ്തഖാമു, പിന്നീട് ആ മാർഗത്തിൽ മരിക്കുവോളം അല്ലാഹു വിലക്കിയതെല്ലാം നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചു നിർത്തുന്നു, അല്ലാഹു നിർബന്ധമാക്കിയതെല്ലാം നിന്റെ ജീവിതത്തിൽ നീ ചേർത്ത് വെക്കുന്നു. മരിക്കുവോളം ചായാതെ, ചെരിയാതെ, വളയാതെ, പുളയാതെ ഇസ്ലാമിന്റെ ഒരേ ഒരു മാർഗം, ഖുർആനും സുന്നത്തും അനുസരിച്ച്, നരകത്തെ പേടിച്ച്, സ്വർഗത്തെ മോഹിച്ച് നീ ആ മാർഗത്തിൽ നേരെ നിലനിൽക്കുന്നു. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്ക് പേടിയില്ല, അവർ കഴിഞ്ഞതിനെ കുറിച്ചോർത്ത് ദുഃഖിക്കുന്നുമില്ല. ഈ പേടിയില്ലായ്മയും നിർഭയത്വവും തിന്മകൾ പ്രവർത്തിക്കുന്നവർക്ക്, ഹറാമുകൾ ചെയ്യുന്നവർക്ക് അവരുടെ ഹൃദയത്തിൽ അനുഭവിക്കാൻ സാധിക്കാത്ത കിട്ടാക്കനിയായിരിക്കും, എത്ര വലിയവരാകട്ടെ. വല്ലാഹി സുമ്മ തല്ലാഹി വബില്ലാഹ്, ഇതാണ് സത്യം, ഇതാണ് യാഥാർത്ഥ്യം. അത് അനുഭവിക്കുന്നവൻ അനുഭവിച്ചറിയാൻ സാധിക്കും. അല്ലാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, മൂന്നാമതായി ഞാൻ പറയട്ടെ, തിന്മകൾ നമ്മുടെ ഖൽബിന് രോഗം ബാധിപ്പിക്കും. ബൽ അദ്ദുനൂബ് അംറാദുൽ ഖുലൂബ്, ഹൃദയത്തിന്റെ രോഗമാണ് തിന്മകൾ. തിന്മകൾ ആദ്യം നശിപ്പിക്കുക നമ്മുടെ ഹൃദയത്തെയാണ്. ഞാൻ ഈ വിഷയത്തിലെ തുടക്കത്തിലെ ഖുതുബയിൽ സൂചിപ്പിച്ചു, ഒരു ഹൃദ്രോഗ വിദഗ്ധനും അയാളുടെ പരീക്ഷണങ്ങളും അയാൾ നിർദ്ദേശിക്കുന്ന ടെസ്റ്റുകളും ഒരു ലബോറട്ടറിയിലും നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റാത്ത രോഗം ഹൃദയത്തിന് സമ്മാനിക്കും തിന്മകൾ. അല്ലാഹുവിന് മാത്രം അറിയുന്ന രോഗം. സഹോദരങ്ങളെ, അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അവർ ദുനിയാവിൽ ഭൗതികമായി സുഖങ്ങളിലും ആസ്വാദനങ്ങളിലും സമ്പത്തിലും അവരുടെ മനസ്സ് കൊതിക്കുന്ന ഹറാമുകളിൽ വിരാജിക്കുകയാണെങ്കിൽ പോലും ആത്മീയമായ നരകത്തിലായിരിക്കും അവർ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഇന്നൽ അബ്റാറ ലഫീ നഈം, പുണ്യവാന്മാർ, സുഹൃതം ചെയ്യുന്നവർ, അല്ലാഹു ഹറാമാക്കിയത് ഒഴിവാക്കുന്നവർ, നിർബന്ധമാക്കിയത് പ്രവർത്തിക്കുന്നവർ, ലഫീ നഈം, അവർ സുഖാസ്വാദനങ്ങളിലാണ്, അവർ സുഖാസ്വാദനങ്ങളിലാണ്. വ ഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം, തോന്നിവാസികൾ, ധിക്കാരികൾ, തെമ്മാടികൾ, പാപക്കറകൾ പുരണ്ടവർ, അവർ കത്തിജ്വലിക്കുന്ന നരകത്തിന്റെ ദൗർഭാഗ്യത്തിലാണ്. ഈ ആയത്തിനെ നമ്മൾ പ്രത്യക്ഷമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അതെ, പുണ്യം ചെയ്യുന്നവർ, സുഹൃതം ചെയ്യുന്നവർ സ്വർഗത്തിലെ സുഖാനുഭൂതികളിലാണ്. സ്വർഗത്തിലേക്ക് ആ പ്രതീക്ഷ നമ്മൾ നീട്ടിവെക്കും. തിന്മകൾ ചെയ്യുന്നവർ നരകത്തിലെ ശിക്ഷയിലായിരിക്കും. പരലോകത്തെ നരകത്തിലേക്ക് നമ്മൾ ആ ശിക്ഷയെ നീട്ടിവെക്കും.
എന്നാൽ പണ്ഡിതന്മാർ പറഞ്ഞു, ഈ സുഖാസ്വാദനങ്ങൾ, നന്മകൾ ചെയ്യുന്നവരുടെ സുഖാസ്വാദനങ്ങൾ അത് 3 ഘട്ടങ്ങളിലായിട്ടുണ്ടാകും. ഫിദാരി ദുനിയ വദാരിൽ ബർസഖ് വദാരിൽ ഖറാർ. ദുനിയാവിലും അവർ സുഖാസ്വാദനങ്ങളിലായിരിക്കും, മരിച്ചു കഴിഞ്ഞാൽ ഖബറിലും അവർ സുഖാസ്വാദനങ്ങളിലായിരിക്കും, മരിക്കാത്ത ആഖിറത്തിലും യഥാർത്ഥ സുഖങ്ങളുടെ നിലക്കാത്ത പ്രവാഹമായ സ്വർഗീയ ഭൂമിയിലായിരിക്കും അവരുടെ സ്ഥാനം. ദുനിയാവും ഖബറും നാളെ ആഖിറവും ഒരുപോലെ സ്വർഗീയമാകുന്നവർ ഇൻഷാ അല്ലാഹ് അവർ നന്മകൾ പ്രവർത്തിക്കുന്നവരാണ്. ഏതാണ് ആ സ്വർഗം? അവരുടെ സ്വർഗം അവരുടെ വാഹനങ്ങളിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കില്ല. അവർ ധരിക്കുന്ന വില കുറഞ്ഞ വസ്ത്രങ്ങളിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. അവരുടെ ബാഹ്യമായ പ്രകടനങ്ങളിൽ നിങ്ങൾക്ക് മാനദണ്ഡമായി വിലയിരുത്താൻ സാധിക്കുകയില്ല. നിങ്ങളുടെ കണ്ണിൽ വിലയില്ലാത്തവർ, കാൽക്കാശിന് വിലയില്ലാത്തവർ, ആൾക്കൂട്ടത്തിൽ ബഹിഷ്കരിക്കപ്പെടുന്നവർ, അവഗണിക്കപ്പെടുന്നവരായിരിക്കും അവർ. പക്ഷേ അവർ അനുഭവിക്കുന്ന സ്വർഗീയ സുഖം അവരുടെ ഖൽബിന്റെ അകത്തളങ്ങളിലാണോ, അവരുടെ മനോമുകുരങ്ങളിൽ അല്ലാഹു ഇട്ടുകൊടുക്കുന്ന സ്വർഗീയമായ അനുഭൂതിയാണോ അത് എന്ന് മുൻഗാമികൾ പറയുന്നു. അവരുടെ ഖൽബ് സ്വർഗീയമായിരിക്കും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്നാൽ തിന്മകൾ പേറുന്നവർ, പാപക്കറകൾ പുരണ്ടവർ, ഹറാമിൽ മുങ്ങിക്കുളിച്ചവർ, അവർക്ക് ദുനിയാവിൽ ചുറ്റുമുള്ളതെല്ലാം കൃത്രിമമായ സ്വർഗഭൂമി ഒരുക്കുമെങ്കിലും അവരുടെ ഖൽബിനകത്ത് നരകീയമായ ജീവിതമായിരിക്കും. മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഖബറും നരകീയമായിരിക്കും. ആഖിറത്തിൽ സാക്ഷാൽ നരകത്തിന്റെ വിറകായിത്തീരുന്ന ദൗർഭാഗ്യവന്മാരായിരിക്കും അവർ. അതുകൊണ്ടല്ലേ നമ്മുടെ മുൻഗാമികളിൽ ചിലർ പറഞ്ഞത്, ഇന്ന ഫി ദുനിയ ജന്ന മൻ ലം യദ്ഖുൽഹാ ലം യദ്ഖുൽ ജന്നത്തുൽ ആഖിറ. ദുനിയാവിൽ ഒരു സ്വർഗമുണ്ട്. ഖൽബ് കൊണ്ട് നമ്മൾ ആസ്വദിക്കുന്ന സ്വർഗീയമായ അനുഭൂതി, ഈമാനിന്റെ, ഇസ്ലാമിന്റെ, തൗഹീദിന്റെ, സുന്നത്തിന്റെ, തഖ്വയുടെ അടയാളമായ ഖൽബിൽ കൊരുത്തു വെക്കപ്പെടുന്ന സ്വർഗീയ അനുഭൂതി. ആ സ്വർഗത്തിൽ ദുനിയാവിൽ പ്രവേശിക്കാത്തവർ ഇൽമിന്റെ, സുന്നത്തിന്റെ, ഇസ്ലാമിന്റെ, ഈമാനിന്റെ, തൗഹീദിന്റെ, തഖ്വയുടെ മൊഴിമുത്തുകൾ ഖൽബിൽ സ്വാധീനം ചെലുത്തി വാക്കായി പ്രവൃത്തിയായി ജീവിതത്തിൽ മുഴുവൻ മരണം വരെ കാത്തു സൂക്ഷിക്കുന്നവർ അനുഭവിക്കുന്ന സ്വർഗീയമായ അനുഭൂതി. ആ സ്വർഗത്തിൽ ദുനിയാവിൽ പ്രവേശിക്കാത്തവന് ആഖിറത്തിലെ സ്വർഗത്തിൽ സ്ഥാനമില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുപോലെ തന്നെ ദുനിയാവിൽ ഒരു നരകമുണ്ട്. അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മയില്ലാത്ത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ ഒരു സ്വലാത്ത് പോലും നാവ് കൊണ്ട് ഉരുവിടാൻ ഭാഗ്യം ലഭിക്കാത്ത, ദീനിനെ മറക്കുന്ന, ഹറാമുകൾ ചെയ്ത് അല്ലാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്നവർ അനുഭവിക്കുന്ന ആത്മീയമായ നരകമുണ്ടല്ലോ. ആ നരകത്തിൽ ദുനിയാവിൽ പ്രവേശിച്ചവർ, ദീനിനെ കൈയൊഴിഞ്ഞവർ, അവർ ആഖിറത്തിലെ നരകത്തിന്റെ വിറകായിത്തീരും. മുൻഗാമികൾ ചിലർ പറഞ്ഞു, ലൗ അലിമൽ മുലൂകു വഅബ്നാഉൽ മുലൂകി മാ നഹ്നു ഫീഹി ലജാലദൂന അലൈഹി ബിസ്സുയൂഫ്. അല്ലാഹുവിനെ പേടിക്കുന്ന, അവന്റെ ഖുർആനിന്റെ വചനാമൃതങ്ങൾ, അവിടുത്തെ റസൂലിന്റെ സുന്നത്തിന്റെ മൊഴിമുത്തുകൾ വിജ്ഞാനമായി, വാക്കായി, പ്രവൃത്തിയായി അല്ലാഹുവിനനുസരിച്ച് അവൻ ഹറാമാക്കിയത് ഒഴിച്ചു നിർത്തി ജീവിക്കുന്ന ഉലമാക്കൾ, ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ, അത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അവർ മനസ്സിൽ അനുഭവിക്കുന്ന സ്വർഗീയ അനുഭൂതിയുണ്ടല്ലോ, അവർ മനസ്സിൽ അനുഭവിക്കുന്ന ധന്യതയുണ്ടല്ലോ, ഇത് രാജാക്കന്മാരും അവരുടെ മക്കളും ആ സുഖം അവർ നേരിട്ട് അനുഭവിച്ചിരുന്നുവെങ്കിൽ, അതിന്റെ യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, അവർ ഇവിടെ നേടിയ സുഖങ്ങളൊന്നും സുഖങ്ങളല്ല എന്ന തിരിച്ചറിവ് അവർക്ക് യാഥാർത്ഥ്യമായി മനസ്സിലാകുമായിരുന്നുവെങ്കിൽ, വാളെടുത്തവർ യുദ്ധം ചെയ്ത് ആ സുഖങ്ങളെ വെട്ടിപ്പിടിക്കാൻ ഒരുങ്ങി പുറപ്പെടുമായിരുന്നു. ഈ സുഖം തിന്മകൾ ചെയ്യുന്നവർക്ക് ലഭിക്കുകയില്ല. ഈ സ്വർഗീയ അനുഭൂതി നന്മകളിൽ അല്ലാഹുവിന്റെ കൽപ്പനകളിൽ മുന്നേറുന്നവർക്ക് മാത്രം ഹൃദയത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന യാഥാർത്ഥ്യമാണ്. തിന്മകൾ ചെയ്യുന്നവർക്ക് അതിന് ഭാഗ്യമുണ്ടാകുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ സുഖവും സ്വർഗീയ അനുഭൂതിയും അനുഭവിക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله أوصيكم إياي ثانيا بتقوى الله. സഹോദരങ്ങളെ,
തിന്മകൾ നമുക്ക് വരുത്തുന്ന നഷ്ടങ്ങളിൽ, നമ്മുടെ കൽബിനെ സ്വാധീനിക്കുന്ന ദുരന്തപൂർണമായ അനന്തരഫലങ്ങളിൽ ഏറ്റവും ഗൗരവമുള്ള മറ്റൊന്നാണ് നമ്മുടെ പ്രകൃതത്തെ, നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളെ എന്ന് മാത്രമല്ല, നമ്മുടെ വാക്കുകളെ, നമ്മുടെ പ്രവർത്തനങ്ങളെ, നമ്മുടെ വേഷത്തെ, നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ സംസ്കാരത്തെ കീഴ്മേൽ മറിക്കുമെന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പണ്ഡിതന്മാർ പറയുന്നു, അങ്ങനെ ഹറാമുകൾ പ്രവർത്തിക്കുന്നവർ ചിലരെ നിങ്ങൾക്ക് കാണാം. അവരെ നിങ്ങൾക്ക് കണ്ടാൽ അവരുടെ സ്വഭാവത്തിലായിരിക്കാം, അതല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളിലോ പ്രകൃതത്തിലോ നിങ്ങൾക്കത് പ്രതിഫലിക്കാം. നാൽക്കാലികളെപ്പോലെ, മൃഗങ്ങളെപ്പോലെ അവരത് പതിക്കും. അല്ല, അതിലേറെ അവർ തരം താഴുന്ന അവസ്ഥയുണ്ടാകും. ചിലർ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകൃതിപരമായി വെറുക്കപ്പെട്ട ജീവികളായി നിശ്ചയിച്ചതുണ്ട്. ഖിൻസീർ, പന്നിയെപ്പോലെ, കൽബ്, നായയെപ്പോലെ. അതുപോലെ തന്നെ ആളുകൾ ഒരു ദുർവിശേഷണമായി, അതല്ലെങ്കിൽ സുത്യർഹമല്ലാത്ത ഒരു വിശേഷണമായി പറയുന്ന ഹിമാർ, കഴുതയെപ്പോലെ, അങ്ങനെയുള്ള ഉപമകളിലേക്ക് ചേർത്തു പറയാറുള്ള മൃഗങ്ങളെ പോലെ അവരതപ്പതിക്കും. ചില ആളുകൾ കണ്ടാൽ പോലും പേടിക്കുന്ന വന്യജീവികളെ പോലെ അവരുടെ സ്വഭാവവും സംസ്കാരവും അതപ്പതിക്കും. പേടിക്കുന്ന ദംഷ്ടകളുള്ള, ചേറ്റകളുള്ള വന്യജീവികളെ പോലെ പ്രത്യക്ഷത്തിൽ അവരുടെ വേഷങ്ങളിൽ വരെ അത് പ്രകടിപ്പിക്കും. ഇന്ന് നോക്കൂ നിങ്ങൾ, ഞാൻ നായയാണ് എന്ന് പറഞ്ഞ് ജീവിക്കുന്ന, നായയെപ്പോലെ നാലുകാലിൽ നടക്കുന്ന ആളുകളെ കാണാം. അവരുടെ ജെൻഡർ അതാണ് പോലും, അതാണ് സ്വാതന്ത്ര്യം പോലും. അതിനപ്പുറത്ത് ചില ആളുകളുടെ രൂപം കണ്ടു കഴിഞ്ഞാൽ നഖം നീട്ടി വളർത്തുന്ന സ്ത്രീകളെ കാണാം. ആരാണ് ഈ നഖം നീട്ടി വന്യമായ രൂപത്തിൽ നടക്കുന്നത്? മൃഗങ്ങളാണ്, വന്യജീവികളാണ്. ദുർബലരായ മൃഗങ്ങളെ വേട്ടയാടി പിടിക്കുന്ന വന്യജീവികൾക്ക് സമാനമായി നഖം നീട്ടി വളർത്തുന്നവർ. ഹെയർ സ്റ്റൈൽ, ഇന്നത്തെ ചെറുപ്പക്കാരുടെ ആൺകുട്ടികളുടെ മുടി കണമയ്യ. എന്തൊക്കെയാണ് അള്ളാഹു അനുഗ്രഹമായി നൽകിയ ഈ തലക്ക് പുറത്തവർ കാട്ടിവെക്കുന്നത്? മുടിത്തുമ്പിൽ. കാണാൻ എന്തെങ്കിലും ഒരു വൃത്തി വേണ്ട, കോലം വേണ്ടേ? മദ്രസയിൽ വിടുന്ന മക്കളെ വരെ അവിടെയും ഇവിടെ വരണ്ടി ചൊരണ്ടി കാണാൻ ഒരു വൃത്തി പോലുമില്ലാതെ, സാമാന്യ വൃത്തി പോലുമില്ലാതെ ആളുകൾക്കത് കീഴ്മേൽ മറിയാണ്. ഇതാണ് വൃത്തി എന്ന് തോന്നുകയാണ്, ഇതാണ് ഭംഗി എന്ന് തോന്നുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ആത്മാർത്ഥമായി ചോദിക്കട്ടെ, ലോകത്ത് മനുഷ്യരായി പിറന്നവരിൽ ഏറ്റവും സൗന്ദര്യത്തിന്റെ പൂർണ്ണതയിൽ ശരീരഭംഗിയും നിറവും ആകാര സൗഖ്യവും അംഗബലവും ഒത്തുചേർന്ന പൂർണ്ണതയുള്ള മനുഷ്യരായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ വിയർപ്പ് പോലും സുഗന്ധമായിരുന്നു. സത്യമാണിത്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടതൂർന്ന താടി നീട്ടി വളർത്തിയ പൗരുഷത്തിന്റെ പ്രത്യക്ഷ ചിഹ്നം പ്രകടിപ്പിച്ചവനായിരുന്നു അവിടുത്തെ സ്വഹാബത്തകിലവും. എന്നാൽ താടി വടിച്ചു കളയലാണ്, ബാർബറുടെ കൊട്ടയിൽ ആഴ്ചയിൽ ക്ഷൗരം ചെയ്ത തന്റെ താടി രോമങ്ങൾ നിക്ഷേപിക്കലാണ് ഭംഗി എന്ന് വിലയിരുത്തുന്നവരെ. ഭംഗിയുടെ നിങ്ങളുടെ കാഴ്ചപ്പാടുണ്ടല്ലോ, കീഴ്മേൽ മറിക്കപ്പെട്ടിരിക്കുന്നു. തിന്മകളുടെ അതിപ്രവാഹമാണത്. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും സൗന്ദര്യമുള്ളവനാണ്, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നവനാണ്. അവൻ പുരുഷന്മാരുടെ ഭംഗിയായി നിശ്ചയിച്ചത് താടിയിലാണ്, മീശ വെട്ടുന്നതിലാണ്. സ്ത്രീയുടെ സൗന്ദര്യമായി നിശ്ചയിച്ചത് അവളുടെ ഹിജാബിലാണ്, അതവളുടെ ഐഡന്റിറ്റിയാണ്. ആ സൗന്ദര്യം ഭർത്താവിന്റെ മുമ്പിൽ മാത്രമേ പ്രകടിപ്പിക്കാൻ, മഹറമായവരുടെ മുമ്പിൽ മാത്രമേ പ്രകടിപ്പിക്കാൻ അവൾക്ക് അനുവാദമുള്ളൂ. ഭംഗിയെന്ത്, നന്മയെന്ത്, ശരിയെന്ത്, തെറ്റെന്ത്, സഭ്യതയെന്ത്, സ്വാതന്ത്ര്യമെന്ത്, പുരോഗമനമെന്ത്, ഹൈറെന്ത്, ഷെറെന്ത്, നന്മയെന്ത്, തിന്മയെന്ത് കീഴ്മേൽ മറിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് സംഭവിച്ചത്? തിന്മകളുടെ സ്വാധീനമാണ്. നമ്മുടെ ഹൃദയത്തിൽ നന്മ തിന്മയായും തിന്മ നന്മയായും തോന്നുന്നുവോ? പാപങ്ങളുടെ ദുസ്വാധീനമാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അവസാനമായി ഞാൻ സൂചിപ്പിക്കട്ടെ, തിന്മകൾ പ്രവർത്തിക്കുന്നവർ, ഹറാമുകൾ പ്രവർത്തിക്കുന്നവർ ചിലപ്പോൾ ന്യായം പറഞ്ഞേക്കാം. അത് നമുക്ക് റിലാക്സേഷൻ നൽകുന്നുണ്ട്, എന്റർടൈൻമെന്റ് ആണല്ലോ,
പല തിന്മകളും അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. ടെൻഷൻ ഫ്രീ ആവാൻ, അല്പനേരം ഒന്ന് ആശ്വാസം കൊള്ളാൻ, ഇങ്ങനെ പല ന്യായങ്ങളും പറയാറുണ്ട്. തിന്മകളാൽ ലഭിക്കുന്ന സുഖങ്ങളെക്കുറിച്ച് സഹോദരങ്ങളെ, തിന്മകൾ കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ആസ്വാദനങ്ങളും സുഖങ്ങളും നൈമിഷികം മാത്രമാണ്. അതിനപ്പുറത്ത് പൈശാചികമാണ്. സംഗീതം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സുഖം ലഭിക്കുന്നുണ്ടോ? ആ സുഖം പൈശാചികമാണ്. എന്നാൽ ഖുർആൻ കേൾക്കുമ്പോൾ നിങ്ങളുടെ കാത് കുളിരുകയും മനം നിറയുകയും ചെയ്യുന്നുണ്ടോ? ആ സുഖം, ആസ്വാദനം അല്ലാഹുവിൽ നിന്നാണ്. അതാണ് വ്യത്യാസം. അതുകൊണ്ട് തിന്മകൾ ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന ആസ്വാദനം തീർത്തും പൈശാചികമാണ്, പൈശാചികം മാത്രമാണ്. സുഖങ്ങളുണ്ട് എന്നതുകൊണ്ട് ഒരു കാര്യം നന്മയാകാനും ഹലാലാകാനും അത് മാനദണ്ഡമല്ല. അതിനപ്പുറത്തൊരു യാഥാർത്ഥ്യം ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. തിന്മകൾ കൊണ്ട് എത്ര സുഖം ലഭിച്ചാലും, എത്ര ആസ്വാദനം ലഭിച്ചാലും അതിനുശേഷം അവരുടെ ഹൃദയം ഞെരിഞ്ഞമരുന്നതായി നിങ്ങൾക്ക് കാണാം. ദുനിയാവിൽ ഏറ്റവും ഇടുക്കത്തിൽ സമ്പത്തിന്റെ സുഖലോലുപതയുടെ വിശാലതയിൽ അവർ വിരാജിക്കുമെങ്കിലും ഏറ്റവും ഞെരുക്കം അവരുടെ ഹൃദയത്തിൽ അനുഭവപ്പെടുന്നതായി കാണാം. അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിന്റെ ഖുർആനിൽ ഒരു ആയത്ത് കൂടി കേൾപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം. അള്ളാഹു ആർക്കെങ്കിലും നന്മ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, അവനെ ഹിദായത്തിലാക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവന്റെ ഹൃദയത്തെ അള്ളാഹു ഇസ്ലാമിലേക്ക് തുറന്നു വെക്കും. അവന്റെ ഖൽബ് ഇസ്ലാമിലേക്ക് വിസ്തൃതമാകും. ഖുർആനിലേക്ക്, സുന്നത്തിലേക്ക്, നന്മയിലേക്ക്, ഖൈറിലേക്ക്, ദീനിലേക്ക് അവന്റെ ഹൃദയം തുറന്നു പോകും. അള്ളാഹു ആർക്കെങ്കിലും നന്മ ഉദ്ദേശിച്ചാൽ, വമൻ യുരിദ് അൻ യുദില്ലഹു യജ്അൽ സദ്റഹു ദയ്യികൻ ഹറജൻ. ആരെങ്കിലും അള്ളാഹു വഴികേടിലാക്കാൻ തീരുമാനിക്കുന്നുവെങ്കിൽ അവന്റെ ഹൃദയം ഞെരിഞ്ഞു പോകും, അവന്റെ ഹൃദയം ഇടുങ്ങിപ്പോകും. ഇസ്ലാമിലേക്ക് പ്രവേശിക്കാതെ, ഇസ്ലാം കൊണ്ട് തൃപ്തിയില്ലാതെ, കഅന്നഹു യസ്അദു ഫി സബാ, ശൂന്യാകാശത്തേക്ക് കയറിപ്പോകുന്നവനെ പോലെ ശ്വാസം മുട്ടുന്നവനായി, ജീവവായു നഷ്ടപ്പെടുന്നവനായി അവന്റെ ഹൃദയത്തിൽ അനുഭവപ്പെടും, ഇടുക്കം അനുഭവപ്പെടും. കദാലിക യജ്അലുല്ലാഹു റിജ്സ അലല്ലദീന ലാ യുഅ്മിനൂൻ. അല്ലാഹു യഥാർത്ഥ ഈമാനില്ലാത്തവർക്ക് അല്ലാഹു ശിക്ഷ ഇറക്കുന്നതിന്റെ മറ്റൊരു രൂപമാണിത്. ദുനിയാവിൽ അവരെ മുച്ചൂട് നശിപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഹൃദയത്തിനകത്തളങ്ങളിലേക്ക് ഇറങ്ങുന്ന ഈ ഞെരുക്കമുണ്ടല്ലോ, അതവർക്ക് ലഭിക്കുന്ന തിന്മകളുടെ ശിക്ഷയാണ്. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇതിലേതു കൂട്ടത്തിലാണ് നാം എന്ന് സ്വയം വിലയിരുത്തുക, ആത്മവിചാരണ ചെയ്യുക, നന്മയിലേക്ക് മടങ്ങുക, തിന്മകളോട് മരണം വരെ വിദൂരം പ്രഖ്യാപിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. والحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين.